ഹലോ കൂട്ടുകാരെയും മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ടോപ്പിക് നിങ്ങൾ കണ്ട പോലെ തന്നെ എങ്ങനെ നമ്മുടെ ചെറുപ്പം നിലനിർത്താം എന്നാണ് ഇന്നത്തെ ടോപ്പിക്. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഞാനും ചെറിയ കുട്ടിയായപ്പോൾ വിചാരിക്കും എപ്പോഴും വേഗം വലിയ ആളാവണം, വേഗം ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം എന്നൊക്കെ ഞാൻ എപ്പോഴും ചെറിയ കുട്ടിയായിരിക്കും വിചാരിക്കട്ടോ. വലിയ ആളുകളാണെന്നാണ് നല്ലതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ ഏജ് ആയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കുഞ്ഞു കുട്ടിയായിരുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം വേറെ ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ല, സ്കൂളിൽ പോവുക, വീട്ടിൽ വന്ന് കളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മളൊരു ഏജ് ആയി കഴിയുമ്പോൾ മനസ്സിലാവുന്നത് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു വലിയ ആളായി കഴിയുമ്പോൾ ഡീൽ ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ ഈ ഒക്കെ സാഹചര്യത്തിലൊക്കെ നമ്മൾ പോകുമ്പോഴും എങ്ങനെ നമുക്ക് നമ്മുടെ ചെറുപ്പം നിലനിർത്താം, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോണത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ചെറുപ്പമായിട്ടിരിക്കാന്ന് പറയുമ്പോൾ നമ്മുടെ രൂപത്തിൽ നമ്മൾ ചെറുപ്പമായിട്ടിരിക്കുന്ന കാര്യമാണ് പലപ്പോഴും ചിന്തിക്കാറുള്ളത് കേട്ടോ. ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കാറ്. ഇങ്ങനെ ചെറുപ്പമായിട്ടിരിക്കാൻ ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഡ്രസ്സിങ്ങിലായാലും അല്ലെങ്കിൽ നമ്മൾ അവിടെ രൂപത്തിലായാലും എങ്ങനെ ചെറുപ്പം നിലനിർത്താൻ ചിന്തിക്കുക. പക്ഷെ ശരിക്കും നമുക്ക് വേണ്ടത് ആ ഒരു മൈൻഡ് സെറ്റ് വേണം, നല്ല തന്നെ. അതിലുപരിയായിട്ട് നമ്മുടെ മൈൻഡ് യങ് ആയിട്ടിരുന്നാലാണ് നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്താലും അത് നമ്മളിൽ കാണുള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സ് എപ്പോഴും യങ് ആയിട്ടിരിക്കണം. നമ്മൾ പലപ്പോഴും കാണാറില്ലേ ചില ഏജ് ആയവരൊക്കെ, അവര് നല്ലൊരു പോസിറ്റീവ് വൈബാണ് ചിലവരെ കാണും. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കും എങ്ങനെ ഇവർക്ക് ഇങ്ങനെ പറ്റണം, ഇത്ര ഏജ് ആയിട്ടും ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഡീൽ ചെയ്ത് ഇത്ര ഏജ് എത്തിയിട്ടും ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ചിലവർ നമ്മൾ കാണാറില്ലേ. അപ്പൊ അവരുടെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് അതിൽ നിന്നും കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഞാനും എന്റെ ലൈഫിൽ ഇതൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ എന്താണ് അവരുടെ ലൈഫിൽ അവർ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത്, യങ് ആയിട്ടിരിക്കാൻ എന്നൊന്ന് ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായി. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ കുട്ടിക്കാലത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെറിയ കുട്ടികളായിരിക്കും നമുക്ക് തോന്നും വലിയവരാവണമെന്ന് നല്ലതെന്ന്. വലുതായി കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാവുക ചെറിയ കുട്ടികളായിട്ട് ഇരിക്കുന്നതായിരുന്നു നല്ലതെന്ന്. നമ്മൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നമ്മുടെ ഉണ്ടായിരുന്ന ആ ഒരു മൈൻഡ് സെറ്റ് വലുതായി കഴിഞ്ഞാലും അത് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി യങ് ആയിട്ടിരിക്കാൻ നമുക്ക് പറ്റും കേട്ടോ. അതായത് കുട്ടിക്കാലത്ത് നമ്മൾക്ക് എങ്ങനെയാണ് എല്ലാ കാര്യത്തിലും എക്സൈറ്റ്മെന്റും സന്തോഷവും ഒക്കെ ആണല്ലേ. പല കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പൊ നമുക്ക് എന്താ ലൈഫിൽ കുറെ കാര്യങ്ങളൊക്കെ അറിയാം, വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല, ബോറിംഗ് ലൈഫ് എന്നുള്ളൊരു ഫീലാണ്, ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. പലപ്പോഴും എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളിലും അത് കാണാനായിട്ട് തോന്നിട്ടോ. നമ്മുടെ കുട്ടിക്കാലത്ത് ആ ഒരു നിഷ്കളങ്കത ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്രയധികം ഉള്ള പോലെ എനിക്ക് തോന്നുന്നില്ല. മെയിനായിട്ടും ടിവിയും ഫോണൊക്കെ വന്നപ്പോഴേ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയാൻ കുറെ കൂടി എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ എക്സൈറ്റ്മെന്റ് ഇല്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും വേഗം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവരത് കണ്ടുപിടിച്ച് പറഞ്ഞു തരും. ഒരു മാജിക് ഷോ കാണുമ്പോൾ പോലും അതിലൊരു എക്സൈറ്റ്മെന്റ് കുട്ടികൾക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നില്ല. കാരണം അവർക്കറിയാം അതിന്റെ ട്രിക്സും കാര്യങ്ങളും അല്ലാതും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ കുട്ടിക്കാലത്തെ ഒരു മൈൻഡ് സെറ്റ്, ആ ഒരു നിഷ്കളങ്കത നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാണെങ്കിൽ കുറച്ചുകൂടി ചെറുപ്പമായിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് പറ്റും. എല്ലാത്തിനും ഭയങ്കര ഓവർ മെച്ചുവേർഡ് ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കാതെ കുറച്ചുകൂടി സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നമ്മുടെ ലൈഫ് കൊണ്ടുപോവാണെങ്കിൽ, കുട്ടികളെ പോലെ കൊണ്ടുപോവാണെങ്കിൽ കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. അതിപ്പോ കുട്ടികളോടും ടീനേജേഴ്സിനോടും എനിക്ക് അതിനെ പറയാനുള്ളത്. എന്തിനാണ് ഇത്ര വേഗം പ്രായമാവാൻ നിങ്ങൾ ഭയങ്കര മെച്ചുവേർഡ് ആയിട്ട് ബിഹേവ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ചില കുട്ടികളൊക്കെ നമ്മൾ 5-ലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ 5-6 പഠിക്കുന്ന കുട്ടികളെ കണ്ടാൽ ചില സമയത്ത് ബിഹേവിയർ കാണുമ്പോൾ +2-ലായ പോലത്തെ ഒരു ബിഹേവിയർ ആണ് പലപ്പോഴും. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തിനാണ് ഇത്ര വേഗം ഇത്ര പ്രായമായ പോലെ ഒരു ബിഹേവ് ചെയ്യണം. എന്നാൽ ലൈഫിൽ ഒരു പ്രോബ്ലം ഒക്കെ വന്നു കഴിയുമ്പോൾ അത് ഡീൽ ചെയ്യാനുള്ള ഒരു പക്വത ഉണ്ടാവും, അതും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡ് എപ്പോഴും കുട്ടികളെ പോലെ യങ് ആക്കി വെക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ നല്ല മെച്ചുവേർഡ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുക. അതാണ് സെക്കൻഡ് പോയിന്റ്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മള് ചെറുപ്പമായിട്ടൊക്കെ ഇരിക്കുന്നത് പലപ്പോഴും ആഗ്രഹിക്കും, നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുമെങ്കിൽ പോലും നമ്മുടെ ലൈഫിലെ സാഹചര്യങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികൾ ഒക്കെ നെഗറ്റീവ് ആയി കഴിയുമ്പോൾ നമ്മൾ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നു. പലപ്പോഴും അതൊക്കെ തന്നെയാണ് പ്രശ്നം. നമ്മൾ ഒരു ദിവസമൊക്കെ ഒന്ന് നന്നാവാം എന്ന് വിചാരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് പലപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ട് പോവുകയും നമുക്ക് ആ ഒരു സ്ട്രെസ് ഒക്കെ വരുമ്പോൾ നമ്മൾ വളരെ ഡള്ളായി പോകും. നമ്മുടെ ആ ചെറുപ്പം നിലനിർത്താൻ പലപ്പോഴും നമുക്ക് പറ്റാത്തതിന്റെ മെയിൻ റീസൺ അതാണ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല്, ഞാൻ ലൈഫിലും അപ്ലൈ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. നെഗറ്റീവ് സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ, നെഗറ്റീവായിട്ടുള്ള ആളുകളെ പരമാവധി ഒഴിവാക്കുകയും അവരോട് അധികം സംസാരിക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഒരിക്കലും നേരെയാക്കാൻ പറ്റില്ല. കുറെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ കുറെയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം, നേരെയാക്കാൻ നോക്കാം. ഒരു പോയിന്റ് വിട്ടിട്ട് നേരെയാവാത്ത ആളുകളെ നേരെയാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് വേണം, നമ്മൾ വിട്ടുകളയാം. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുക. നെഗറ്റീവായവർ ശരിയാക്കാൻ പോയിട്ട് നമ്മുടെ ലൈഫ് കൂടുതൽ സ്ട്രെസ്ഫുൾ ആക്കി നമ്മുടെ ഉള്ള ചെറുപ്പവും കളഞ്ഞ് നമ്മുടെ ഏജും പോയിട്ട് വല്ല കാര്യം ഉണ്ടാവും. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്, നെഗറ്റീവ് ആയവരുടെ കാര്യം അവരങ്ങനെ പൊക്കോട്ടെ. നെഗറ്റീവുകൾ അവരെ നെഗറ്റീവ് അടിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. അവർക്ക് ബാക്കിയുള്ളവരെ എന്താ പറയാ വിഷമിപ്പിക്കുമ്പോഴാണ് അവർക്ക് സുഖം കിട്ടുന്നത്. നമുക്കതിലൊരു സുഖമില്ലല്ലോ. നമ്മൾ എന്ത് വേണം, നമ്മൾ പോസിറ്റീവായിട്ട് നല്ല സാഹചര്യങ്ങളിലൂടെ
പറ്റാവുന്നതും അത് അവോയ്ഡ് ചെയ്തിട്ട് അനാവശ്യമായിട്ട് അങ്ങനത്തെ ആളോട് സംസാരിക്കാതിരിക്കും. ഇനി അവിടേക്ക് ആവശ്യമായിട്ട് പോകണ്ടെന്നുണ്ടെങ്കിൽ പോവാതിരിക്കുകയും ചെയ്താൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും നമ്മുടെ ചെറുപ്പം നിലനിർത്താനായി. ഇനി 4ാമത്തെ ടിപ്പ്, ഇത് പലപ്പോഴും എനിക്കും തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. നമ്മള് കൂട്ടം കൂടി ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ നമുക്ക്, അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെ കൂടുമ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്യുക, അവരുടെ കുറ്റം പറഞ്ഞ് സന്തോഷിക്കുക, ഗോസിപ്പ് അടിക്കാന്നൊക്കെ പറയില്ലേ, അത് പ്രത്യേക സുഖമാണല്ലേ അത് പറയുമ്പോൾ. അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇരുന്ന് മറ്റുള്ളവരിന്ന് കുറ്റം പറയുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിതത്തെ വിലയിരുത്തി പറയുമ്പോഴൊക്കെ നല്ല രസമാണ് പറയാൻ. ചിലവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ടായിട്ട് എന്താ പ്രയോജനം? നമ്മുടെ ലൈഫിലേക്ക് വല്ല ഉപകാരം ഉണ്ടാവും. എല്ലാവരും ഇരുന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ട് എല്ലാവരെ കുറിച്ചിട്ട്. അപ്പൊ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ഒരു മനസ്സുഖം കിട്ടുന്നുണ്ട്. പക്ഷെ അതിൽ വിട്ടിട്ട് നമുക്ക് എന്താ കിട്ടണം? നമ്മളിങ്ങനത്തെ ഈ പറയില്ലേ കുശുമ്പുകൾ ഇരുന്ന് സംസാരിക്കുക, ഗോസിപ്പ് അടിച്ച് സംസാരിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോഴില്ലേ നമ്മുടെ ചെറുപ്പം തന്നെയാണ് നമ്മൾ എഫക്ട് ചെയ്യുന്നത്, ചെറുപ്പത്തിനെ തന്നെ. കാരണം എന്താ വെച്ചാല് നമ്മൾ ഫുൾ ടൈം മറ്റുള്ളവരെ കുറ്റവും കുറവും അതും ഇതും അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാനിരിക്കുമ്പോൾ നമ്മളെപ്പോഴും എല്ലാവരുടെ ലൈഫിലേക്ക് എത്തിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാര്യം നോക്കാൻ നമുക്ക് നേരം ഉണ്ടോ? അപ്പൊ അപ്പുറത്തുള്ള വീട്ടിൽ എന്താ നടക്കണേ, ഇപ്പുറത്തെ വീടുകളിൽ എന്താ നടക്കണേ, അല്ലെങ്കിൽ ഫോണിൽ എടുത്തിട്ട് അവരുടെ കാര്യങ്ങൾ എന്താണ് നടക്കണേ, ഇതിനെ കുറിച്ചുള്ള ചർച്ചയും ഡിസ്കഷനാണ്. ഞാൻ അതുപോലെ പരമാവധി അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊന്നും പോയി പെടാതിരിക്കാൻ നോക്കാം. കാരണം എനിക്ക് ഇഷ്ടമേ ഇല്ല. എന്തിനാണിത് വല്ലവരെ കുറിച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം? നമ്മുടെ ലൈഫിൽ നാളെ എന്താ ഉണ്ടാവുമ്പോൾ നമുക്ക് വല്ല ഐഡിയ ഉണ്ട്. വല്ലവരും ഇരുന്ന് കുറ്റം പറയുമ്പോൾ നാളെ നമുക്കും ആ സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് ടോക്കുകളുള്ള സോഷ്യൽ ഗ്രൂപ്പുകളിൽ ചെന്ന് വിടാതിരിക്കാനും അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ അവോയ്ഡ് ആക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും നമ്മളെ കുറിച്ച് ചിലവർക്കുള്ളതാണ് കേട്ടോ, തീരെ കോൺഫിഡൻസ് ഉണ്ടാവില്ല, നമ്മളെ കുറിച്ച് ഒരു മതിപ്പില്ല, നമ്മളെക്കുള്ള നല്ല കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും നമ്മളെ കുറിച്ച് തന്നെ ഫുൾ ടൈം നെഗറ്റീവ് ചിന്തയാണ്. എന്നെ കാണാൻ ഭംഗിയില്ല, എനിക്ക് ഭയങ്കര തടിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല, എനിക്കൊരു ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കാനുള്ള കഴിവില്ല, എനിക്കൊരു ബുദ്ധിയില്ല. ഫുൾ ടൈം മൈൻഡിൽ ഇങ്ങനത്തെ ചിന്തകളാണ്. ഇങ്ങനത്തെ ചിന്തകൾ നമ്മുടെ മൈൻഡിൽ ഫുൾ ടൈം നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ യങ് ആയിട്ട് ഇരിക്കില്ല. നമ്മളെപ്പോഴും ഇതുപോലെയുള്ള പരാതിപ്പെട്ടി പോലെ മൈൻഡിന്റെ ഉള്ളിൽ ഇങ്ങനെ ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നെഗറ്റീവ് സെൽഫ് ടോക്ക്, നമ്മളെ കുറിച്ചുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ ഉറപ്പിക്കുകയാണ്, ഈ കുട്ടിക്ക് ബുദ്ധിയില്ല, അല്ലെങ്കിൽ ഈ കുട്ടി തടിച്ചിയാണ്, അല്ലെങ്കിൽ ഈ കുട്ടി കറുത്തട്ടാണ്, അല്ലെങ്കിൽ ഈ കുട്ടി ഇങ്ങനെയാണ് അല്ലെ. എന്തൊക്കെ കാര്യങ്ങൾ ഇതുപോലെ നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം നമ്മളെ കുറിച്ചിട്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന നല്ലതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ ഇല്ലാത്തതിനെ കുറിച്ച് മാത്രം പരാതിപ്പെട്ടി പോലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ ഫേസ് ആയാലും നമ്മളായാലും ഡള്ളായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെപ്പോഴും നമ്മളെ കുറിച്ച് നമ്മളൊരു വാല്യൂ കൊടുക്കണം. നമ്മളെങ്ങനെ ആയിക്കോട്ടെ, നമ്മളുടെ പോലെ ഉള്ള കാര്യങ്ങളില്ലാത്ത എത്ര പേരുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതൊന്നും നമുക്ക് ആ പ്രശ്നങ്ങളില്ലല്ലോ. പിന്നെ എന്തിനാണ് നമ്മളെ കുറിച്ച് ഇങ്ങനെ താഴ്ത്തി കെട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആരെങ്കിലും നമുക്ക് വില തരുമോ? നമുക്ക് തന്നെ നമ്മളൊരു വിലയില്ല. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് സെൽഫ് ടോക്ക്, നമ്മളെ കുറിച്ചുള്ളത് ഒഴിവാക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അടുത്തത്, പലപ്പോഴും നമുക്ക് നമ്മുടെ സ്ട്രെസ് കൊണ്ടായിരിക്കും, നമ്മുടെ ലൈഫ് സിറ്റുവേഷനിലെ സാഹചര്യങ്ങൾ കൊണ്ടാണ് പലർക്കും ദേഷ്യവും അതുപോലെ തന്നെ അവരുടെ സ്വഭാവത്തിലായാലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ പരമാവധി നമ്മുടെ ദേഷ്യം കുറയ്ക്കാനായി ശ്രദ്ധിക്കുക. വീട്ടില് നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ നോക്കിയാൽ നല്ലതായിരിക്കും. നമ്മളെപ്പോഴും ദേഷ്യം പിടിച്ചും സ്ട്രെസ് ആയിട്ടും ഒക്കെ ഇരിക്കുമ്പോൾ എന്താ വെച്ചാല് നമ്മളെപ്പോഴും സ്ട്രെസ്സിലാണ്. നമ്മളിങ്ങനെ സ്ട്രെസ് കൂടി വരും തോറും നമ്മുടെ ബോഡിക്ക് അത് ഒട്ടും നല്ലതല്ല. അപ്പൊ ദേഷ്യപ്പെടും തോറും നമ്മുടെ സ്ട്രെസ് കൂടി വരും, നെഗറ്റീവായിട്ട് സംസാരിക്കും തോറും നമ്മുടെ സ്ട്രെസ് കൂടി വരും അല്ലെ. അപ്പൊ നമ്മള് സാഹചര്യങ്ങളെ കുറച്ചുകൂടി സിമ്പിൾ ആക്കി കൊണ്ടുപോകാൻ നോക്കുക. ദേഷ്യം അനാവശ്യമായിട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാനായിട്ട് നോക്കുക. അപ്പൊ അനാവശ്യമായ ദേഷ്യം നമ്മുടെ മൈൻഡിനെ എഫക്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബോഡീനെ എഫക്ട് ചെയ്യും. അത് വഴി നമുക്ക് സ്ട്രെസ് കൂടുമ്പോൾ നമ്മുടെ ബോഡീനെ കാണുമ്പോഴും നമുക്ക് അത് അറിയാം. നമുക്ക് അങ്ങനത്തെ ആളുകളെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത്, നമ്മളെ തന്നെ സ്വയം കെയർ ചെയ്യാത്ത സ്വഭാവമാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കെയർ ചെയ്യും അല്ലെ. അങ്ങനെയല്ലാത്തവർ ഒരിക്കലും നമ്മളെ കെയർ ചെയ്യില്ല. അപ്പൊ പലർക്കും എന്താ പറയാ സെൽഫ് കെയറിൽ പെടുന്ന കാര്യങ്ങളാണ് ഹൈജീൻ ഹാബിറ്റ്സ്, അതായത് വൃത്തിയും നീറ്റ്നെസ്സും. നമ്മുടെ ബോഡിയെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, കുളിച്ച് വൃത്തിയായി നീറ്റായിട്ട് നടക്കാന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ എക്സസൈസ് ചെയ്ത് ബോഡീനെ കെയർ ചെയ്യാന്നുള്ളത്, സ്കിൻ കെയർ ചെയ്യാന്നുള്ളത്, ഹെയർ കെയർ ചെയ്യാന്നുള്ളത്. ഇതൊക്കെ നമ്മളെ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുള്ളൂ. നമ്മളൊരു വില നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതൊന്നും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് വൃത്തിയായിട്ട് നടക്കുക, ബോഡി ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡി നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ബോഡി അത് തിരിച്ചു കാണിക്കും, നമ്മുടെ മുഖത്ത് തിരിച്ചു കാണിക്കും. നമ്മുടെ എന്താ പറയാ ആ ഒരു ചെറുപ്പം നിലനിർത്താൻ എപ്പോഴും നമ്മുടെ ബോഡി നമ്മൾ കെയർ ചെയ്യുമ്പോഴാണ് അത് തിരിച്ചു കാണിക്കുള്ളൂ.
നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിട്ടേൺ കിട്ടും? ഇല്ല അല്ലെ? അപ്പൊ ഒരു കാര്യം നമുക്ക് തിരിച്ച് നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു കെയർ കൊടുക്കണേ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് നീറ്റായിട്ട് നടക്കുക, അതോടൊപ്പം തന്നെ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുക, നമ്മുടെ സ്കിന്നിനൊക്കെ ഒന്ന് കെയർ ചെയ്യുക, നമ്മുടെ ഹെയർ കെയർ ചെയ്യുക, നമ്മുടെ കൈകളൊക്കെ ഒന്ന് ഇടയ്ക്ക് നോക്കുക, കാലൊക്കെ ഒന്ന് നോക്കുക അല്ലെ? നമ്മൾ എത്രത്തോളം അവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിൻ്റെതായ ഒരു കെയർ നമുക്ക് അവർക്ക് കൊടുക്കണ്ടേ? ടിപ്പിലോട്ട് പോകാം. ഇതുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക എന്നുള്ളത് അല്ലെ? നല്ല ഫുഡ് കഴിക്കുക, അല്ലാതെ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് ജങ്ക് ഫുഡും ഓയിലി ഫുഡും അങ്ങനത്തെ ജ്യൂസുകളും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. അപ്പൊ അങ്ങനത്തെയുള്ള അനാവശ്യമായിട്ടുള്ള അൺഹെൽത്തി ഫുഡ് അവോയ്ഡ് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക. നല്ല ഫുഡ് നമ്മുടെ ബോഡിക്ക് കൊടുക്കുമ്പോൾ എന്താണ്, നമ്മുടെ ബോഡി നല്ല ഹാപ്പിയായി ഹെൽത്തിയായി നമ്മുടെ ഫേസിൽ അത് കാണാനായിട്ട് പറ്റും. നല്ല ഫുഡ് കഴിക്കും. അടുത്ത നമ്മുടെ മൈൻഡ് ഹാപ്പി ആക്കി വെക്കാനായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളുടെ കൂടെ ടൈം കുറച്ചുകൂടി സ്പെൻഡ് ചെയ്യാം, അവരുടെ കഥകളൊക്കെ കേൾക്കാം, അവരുടെ കൂടെ ഇരുന്നിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് അവരുടെ കൂടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കളിക്കുക അല്ലെ? അവരും ഹാപ്പി ആവും, അവരും എപ്പോഴും കുഞ്ഞു കുട്ടികളെ പോലെ തന്നെ കുറച്ചും കൂടി ബിഹേവ് ചെയ്യാൻ തുടങ്ങും. ഓവർ മെച്യൂരിറ്റി, ഈ കുറെ നേരം ടിവിയും ഫോണും അല്ലാതെ അവരുടെ കൂടെ ടോയ്സ് ഒക്കെ വെച്ചിരുന്നിട്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിച്ച പോലെ അവരുടെ കൂടെ ഇരുന്ന് ആ കളികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. വെറുതെ നമുക്ക് ഫ്രീ ടൈം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ടി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ കാര്യം നോക്കി നമുക്ക് പോവാം. പക്ഷെ അവരെങ്ങനെ അവരുടെ കാര്യങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ നമ്മൾ ചെറുപ്പത്തിൽ കളിച്ച പോലെ അങ്ങനെ കളിക്കാൻ അവർക്ക് അറിയില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ അവർ ടി വി കണ്ട് ഫോണും കണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് വേണം? അവരുടെ കൂടെ ഇരുന്ന് കളിക്കാനും, അതോടൊപ്പം തന്നെ ടി വി കാണുകയാണെങ്കിൽ ഞാൻ അവരുടെ കൂടെ ഇരുന്നിട്ട് കാർട്ടൂണും അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ കാണും, തമാശകൾ ഇരുന്ന് കാണും. അപ്പൊ നമ്മൾ കുറെ കൂടി ചിരിക്കും അല്ലെ? കോമഡി ആയിട്ടുള്ള വീഡിയോസ് കാണാം. ഇപ്പൊ ഒരുപാട് സിനിമകളിൽ വയലൻസും അങ്ങനെ എനിക്കത് തീരെ ഇഷ്ടമില്ലാണ്ട് ഞാൻ ഇപ്പൊ കുട്ടികളുടെ പരമാവധി ഇത് കാണാതിരിക്കാനാണ് നോക്കാറുള്ളത്. എനിക്ക് കൂടുതൽ ഇഷ്ടം തമാശ സിനിമകളാണ്, പഴയ തമാശ സിനിമകൾ. കണ്ട തന്നെയായി പോലും കാണുമ്പോൾ നല്ല സന്തോഷമാണ്. നമുക്കൊരു ദിവസത്തിൽ കുറെ സ്ട്രെസ് ഒക്കെ അടിച്ച് ചിലപ്പോൾ നമ്മൾ ജോലിയുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തമാശയായിട്ടുള്ളത് ഇങ്ങനത്തെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. തമാശയുള്ള വീഡിയോസ് കാണാം, തമാശയുള്ള സിനിമകൾ കാണാം, കുട്ടികളോട് ഇന്ന് കളിക്കുക. അതൊക്കെ നമ്മുടെ മൈൻഡിനെ എപ്പോഴും ഹാപ്പി ആക്കി വെക്കാനായിട്ട് സഹായിക്കും. അത് നമ്മളെ ഹാപ്പി ആയിട്ടും യങ് ആയിട്ട് വെക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ പഴയ ഹോബീസ് ഒക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാം. നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ അത് ചെയ്യാറുണ്ടായിരിക്കും. ചിലപ്പോൾ ചിലർക്ക് ഡാൻസ് ചെയ്യാൻ നല്ല കഴിവുണ്ടായിരിക്കും, പാട്ട് പാടാൻ കഴിവുണ്ടായിരിക്കും, ഡ്രോയിങ്ങിന് അല്ലെ? അപ്പൊ നമ്മൾ അതൊക്കെ പലപ്പോഴും നമ്മുടെ ലൈഫിലെ ടെൻഷനും സ്ട്രെസ് ഒക്കെ വരുമ്പോൾ നമ്മളത് പലപ്പോഴും പലയിടത്തും ഉപേക്ഷിച്ചിട്ട് ഇവിടെ പോരും. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുന്നേ, ഒന്ന് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഡാൻസ് ഒക്കെ ചെയ്തിരുന്നവരാണെങ്കിൽ ഒന്ന് ഡാൻസ് ഒക്കെ കളിച്ച് നോക്കുക, മനസ്സിന് നല്ല സന്തോഷം കിട്ടും. നമ്മൾ പലപ്പോഴും ചിലവരെ കണ്ടിട്ടില്ലേ, കുറെ നാൾ ലൈഫിൽ ഇങ്ങനെ കുറെ പ്രോബ്ലം ആയിട്ടാണ്, പിന്നെ അവർ പെട്ടെന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റും അല്ലെ? അങ്ങനെയുള്ളവർ എന്തൊക്കെയാ ചെയ്തെന്ന് ഒബ്സർവ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. അവർ അവരുടേതായ ഒരുപാട് പാഷനും ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് അവരിങ്ങനെ പോണത്. അപ്പൊ അവർ മനസ്സിൽ ഭയങ്കര സന്തോഷം അവർക്ക് അത് കിട്ടും. നമ്മൾ അങ്ങനെ നമ്മുടെ ഇങ്ങനത്തെ പാഷൻസ് ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ അതിൽ വലിയ ലെവലിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്, അതൊക്കെ ഒന്ന് മറന്നുപോയി ഒന്ന് ചെക്ക് ചെയ്യുക അല്ലെ? എന്തോരം കഴിവുകൾ നമുക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ മറന്നുപോയി. ഒരു ഏജ് എത്തി കഴിയുമ്പോൾ നമ്മുടെ ലൈഫിലെ സാഹചര്യം മറന്നുപോയി. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തെടുത്ത് അതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ലൈഫിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ ദിവസം ഒരുപാട് ബ്ലെസ്സിങ്സ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? നമ്മൾ അറിയണില്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ പോലും ദൂരം കാര്യങ്ങളാണ് നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നത്. പക്ഷെ നമ്മൾ താങ്ക്സ് പറയില്ല, ഒന്നിനും താങ്ക് യു ഇല്ല. നമുക്കെല്ലാം പ്രാർത്ഥിച്ചോണ്ടിരിക്കും. നമ്മൾ എന്താ പറയാ, എനിക്ക് അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം. കിട്ടിയതിന് താങ്ക് യു പറയുന്ന പരിപാടിയേ ഇല്ല. അപ്പൊ ഡെയിലി ഒരു 10 കാര്യമെങ്കിലും താങ്ക് യു പറയാം കേട്ടോ. 10 കാര്യമെങ്കിലും എടുത്തിട്ട് എനിക്ക് ഇന്ന കാര്യത്തിന് താങ്ക് യു എന്ന് മനസ്സറിഞ്ഞ് താങ്ക്സ് പറയാ ദൈവത്തോട്, ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയതിന്. അപ്പൊ ഓരോ ദിവസവും നമ്മളിങ്ങനെ താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തോ ഒരു പ്രത്യേക സന്തോഷമാണ് കിട്ടണേ. അതായത് നമ്മൾ എപ്പോഴും ഈ പരാതിപ്പെട്ടി പോലെ പറയാതെ 10 കാര്യം നല്ലത് പറയുമ്പില്ലേ, എന്തോ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഞാൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞത് പ്രത്യേക ഫീലാണ് കിട്ടുന്നത്. ലൈഫിൽ എത്ര തന്നെ വിഷമം ഉണ്ടായാലും ഒരു 10 കാര്യം നല്ലത് എന്തായാലും നമുക്ക് പറയാനുണ്ടായിരിക്കും, ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അല്ലെ? അപ്പൊ അതൊന്ന് പറയാനായിട്ട് പ്രത്യേകം നോക്കുക. താങ്ക്സ് പറയുമ്പോൾ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് നമ്മുടെ ലൈഫിൽ കിട്ടുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് ടിപ്പാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇതുവരെ പറഞ്ഞ നമ്മുടെ മൈൻഡ് യങ് ആക്കി വെക്കാനുള്ള കാര്യങ്ങളാണ്. മൈൻഡ് യങ് ആയി തന്നെ നമുക്ക് നമ്മൾ കാണുമ്പോൾ ആ ഒരു യങ് ഫീല് ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ മൈൻഡ് യങ് ആയ അത് എനിക്ക് അനുഭവമാണ്. ഞാൻ അങ്ങനെയുള്ള പലരും കണ്ടിട്ടുണ്ട്. അവരൊരു പ്രൊഡക്ട്സും യൂസ് ചെയ്തിട്ടില്ല, അപ്പൊ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല, എന്നിട്ട് പോലും എപ്പോഴും യങ് ആൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് ചെയ്യുന്ന എന്താണ്, അവരെ മൈൻഡ് ഹാപ്പി ആക്കി വെച്ചിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. അതാണ് അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇനി പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പൊ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ വേണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്കൊന്ന് മാറണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ രൂപത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീൽ പലപ്പോഴും കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഡ്രസ്സിങ് സ്റ്റൈൽ ഇത്തിരി ബോറായിട്ട് നിങ്ങൾക്ക് എന്താ പറയാ കുറച്ച് പഴഞ്ചനായി എന്നൊരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് ഒരു പുതിയ ഹെയർ കട്ടൊക്കെ ഒന്ന് കൊടുത്ത് നമ്മളെ ഒരു ചേഞ്ച് ഒന്ന് നമുക്ക് തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ തൊട്ട് നമ്മുടെ ആ ഒരു പുതിയ ലൈഫ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഫീല് കിട്ടും.
അപ്പൊ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ പലപ്പോഴും. ഞാൻ എന്റെ ഒരു ടൈം എത്തി കഴിയുമ്പോൾ എന്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി, ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി, ഇപ്പൊ എനിക്ക് എന്തോ പെട്ടെന്ന് ഒരു 10 വയസ്സ് കുറഞ്ഞൊരു ഫീൽ എന്റെ മൈൻഡിന് വന്നു. അപ്പൊ അത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. നമ്മൾ മൈൻഡ് യങ്ങാക്കിയതിന്റെ ഒപ്പം തന്നെ ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷനും കൂടി നമുക്ക് കൊടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയി നമുക്ക് എപ്പോഴും നല്ല യങ് ആൻഡ് ഹാപ്പി ആയിട്ട് നിൽക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും ടിപ്സ് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിലെല്ലാത്തിനും ഉപരിയായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ, എപ്പോഴും സ്മൈൽ ചെയ്തിരിക്കുക എന്നുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചിരിക്കുക എന്നുള്ളത്. മനസ്സ് തുറന്ന് ചിരിക്കുക. അപ്പൊ നമ്മൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു സ്മൈൽ നമുക്ക് അവരൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്കും ആ ഒരു ഹാപ്പിനെസ് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കട്ടോ, വളരെയധികം ചിരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ചിരിക്കാൻ ധൈര്യമില്ല. കാരണം ഇപ്പൊ എങ്ങനെയാണ് അപ്പുറത്തുള്ളവർ എന്തിട്ടാണ് സാഹചര്യം നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വിചാരിക്കുമോ വെച്ചിട്ട് ഞാൻ ചിരിക്കില്ല. പക്ഷെ എന്നാലും എനിക്ക് ഞാൻ പരിചയമുള്ള ആരെ കണ്ടാലും അങ്ങനെ കണ്ടാലും എപ്പോഴും ചിരിക്കാനായിട്ട് നോക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ചിരിച്ച് ഹാപ്പിയായി പോസിറ്റീവായിട്ട് നിൽക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു മാസം നല്ലതായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതായിരിക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ്. ഓക്കെ.